നീണ്ട ഒരു വെക്കേഷന് ശേഷം ഞാനിതാ വീണ്ടും എൻ്റെ ഭർതൃഗൃഹത്തിലോട്ട് മടങ്ങുകയാണ്. എന്നും കിച്ചുവിനെ കണ്ടാണ് എണീക്കുന്നതെങ്കിലും ഇന്ന് എനിക്ക് അവനെ കണ്ടപ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. ഞാനൊരമ്മയായി എന്നൊക്കെ. ഇന്ന് മദേഴ്സ് ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ യാത്ര പുറപ്പെട്ടു. ഇപ്പം പഴയതുപോലെ 100 110 കൊളുത്തിവിടാൻ എൻ്റെ ഹസ്ബൻഡ് റെഡിയല്ല കേട്ടോ. ഒരച്ഛനായതിൻ്റെ മാറ്റങ്ങളിലൊന്നാണത്. നോർമലി ഫ്രണ്ട് സീറ്റിലിരിക്കാൻ പ്രിഫർ ചെയ്യുന്ന ഞാൻ ഇപ്പോൾ ബാക്ക് സീറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം കിച്ചുവിന് എനിക്കിതുപോലെ കിടത്തി ഉറക്കാം, എനിക്ക് വളരെ സുഖമായിട്ടിരിക്കാം. അങ്ങനെ മൊത്തത്തിലൊരു കംഫർട്ടബിൾ യാത്ര. യാത്രക്കിടയിൽ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ എവിടെയോ ലോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒബ്വിയസ്ലി വീട് വിട്ട് തിരിച്ചു പോകുന്നതിന് സങ്കടം. എനിക്കത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ട്രിവാൻഡ്രം വന്ന് തിരിച്ച് കോട്ടയത്ത് പോകുമ്പോൾ സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് ഓഫീസിൽ പോകുന്ന പോലെ, സമ്മർ വെക്കേഷൻസ് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന പോലെയാണ് എപ്പോഴും. പക്ഷേ റിയാലിറ്റി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പോരാത്തതിന് ഞാൻ അമ്മയായതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇമോഷണലും കൂടിയാണ് ഞാൻ. ഇടയ്ക്കൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, പണ്ട് എനിക്കും എൻ്റെ ചേച്ചിക്കും കിട്ടിയിരുന്ന പോലെ പേരൻസിൻ്റെ സ്പെഷ്യൽ അറ്റൻഷൻ, അവരുടെ സമയം പ്ലസ് നല്ലൊരു ചൈൽഡ്ഹുഡ് എനിക്ക് എൻ്റെ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. സെൽഫ് ഡൗട്ടിങ് ഒന്നുമല്ല, എന്നാലും ഒരു ആൻസൈറ്റി പോലെ. ചിലപ്പോഴൊക്കെ തോന്നും ഈ ജോലിയെല്ലാം കളഞ്ഞ് കിച്ചുവിൻ്റെ കൂടെ നല്ലൊരു വീട്ടമ്മയായി മാറിയാലോ എന്ന്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റി ഹിറ്റ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഏതായാലും കാറിൽ കയറിയപ്പോൾ മുതൽ കിച്ചു നല്ല ഉറക്കമാണ്. അതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചപ്പോൾ പോയ ലിപ്സ്റ്റിക്ക് ഞാൻ അപ്പം ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.